പുല്ലുമേട്ടിൽ നിന്ന് ഉള്ള വിവരങ്ങൾ നമ്മുടെ സനോജ് സുരേന്ദ്രൻ അവിടെ നിന്ന് ചേരുകയാണ്. നിലവിൽ പുല്ലുമേട്ടിൽ നിന്നടക്കം വലിയ തരത്തിലുള്ള ഭക്തർ അവിടെ മകരവിളക്ക് ദർശിക്കാൻ എത്തിയിട്ടുണ്ട്. സനോജ്, എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ ഏറ്റവും പുതിയത്? പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയുന്നത് കാണാൻ പുല്ലുമേട്ടിലും വലിയ തോതിലുള്ള തീർത്ഥാടകരുടെ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പുല്ലുമേടിൻ്റെ മലമുകളിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഒരുപാട് തീർത്ഥാടകർ ഇപ്പോൾ ഇവിടെ നിന്നും ഈ മകരവിളക്ക് തെളിയുന്നത് കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. പൊന്നമ്പലമേടിൻ്റെ ലെവലിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട മലനിരയാണ് പുല്ലുമേട് എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സന്നിധാനത്ത് നിന്ന് മകരവിളക്ക് കാണുന്നതിനേക്കാൾ മനോഹരമായി ഈ കുന്നിൻ മുകളിൽ നിന്നാൽ മകരജ്യോതി ദർശിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഓരോ തീർത്ഥാടന കാലത്തും മകരവിളക്ക് ദർശിക്കാൻ വേണ്ടി പുല്ലുമേട്ടിൽ തടിച്ചുകൂടുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ തോതിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നത്. മാത്രമല്ല, പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയുന്നതിനോടൊപ്പം തന്നെ ഇവിടെ ഈ മലയുടെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ സന്നിധാനവും വളരെ മനോഹരമായി കാണാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് തീർത്ഥാടകർ ഇവിടേക്ക് വരുന്നത്. പ്രത്യേകിച്ച് തമിഴ്നാട്, ആന്ധ്ര, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ളത്. ശരണമന്ത്രങ്ങൾ കൊണ്ട് മുഖരിതമാണ് ഈ പ്രദേശമാകെ തന്നെ. രാവിലെ മുതൽ തന്നെ കനത്ത വെയിലിനെ പോലും അവഗണിച്ചുകൊണ്ട് പർണശാലകൾ, താൽക്കാലിക ഷെഡുകൾ കെട്ടിക്കൊണ്ട് ഇവർ ഇവിടെ ഈ പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന മകര വിളക്ക് കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. എന്തായാലും അതിനുവേണ്ടിയുള്ള നിമിഷങ്ങൾ ഇനി അടുത്തു വരികയാണ്. വലിയ തോതിലുള്ള തിരക്ക് ഇപ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ പോലീസ് ഉച്ചഭാഷണിയിലൂടെ പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. യാതൊരു തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാക്കരുത്, മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് പോലീസ് ഉച്ചഭാഷണിയിലൂടെ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. കർപ്പൂരാഴി നടത്തുമ്പോൾ അത് പുല്ലിൽ തീപിടിച്ച മറ്റ് അപകടങ്ങൾക്ക് ഇടയാക്കും. അതുകൊണ്ട് തീർത്ഥാടകർ കർപ്പൂരാഴി ഈ നടത്തുന്നത് ഒഴിവാക്കണമെന്നും പോലീസ് ഉച്ചഭാഷണിയിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. വലിയ തോതിലുള്ള തീർത്ഥാടകരുടെ തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നു. ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന തീർത്ഥാടകരോട് തന്നെ ചോദിക്കാം. സമി, എവിടുന്നൊരു സമി? கோயம்புத்தூர் பொள்ளாச்சி. ஆமாம், ஃபர்ஸ்ட் வருஷம் ஜோதி ஃபர்ஸ்ட் வருஷம் கோயம்புத்தூர்ல பொள்ளாச்சி. എവിടുന്നൊരു സമി? ഉടുമ്പേട്ടൈ, തമിഴ്നാടു. ഇപ്പോൾ നമുക്ക് കാണാം, ഇവർ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ നിന്നും ഒപ്പം തന്നെ ഉടുമ്പേട്ടയിൽ നിന്നുമൊക്കെ ദർശനത്തിനായി, അതായത് മകരജ്യോതി തെളിയുന്നത് കാണാൻ വേണ്ടി ഈ മലമുകളിൽ കാത്തു നിൽക്കുന്ന തീർത്ഥാടകരെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എന്തായാലും ശരണമന്ത്രങ്ങൾ കൊണ്ട് മുഖരിതമാണ്. ഇത് ഒരു പ്രദേശത്തെ മാത്രം തിരക്കാണ്. ഇതുപോലെ പല മേടുകളുടെ ചെരുവുകളിലും നിരവധി തീർത്ഥാടകർ ഇപ്പോൾ പുല്ലുമേട്ടിൽ നിന്നും മകരജ്യോതി ദർശിച്ച് ദർശന സായുജ്യം തേടി മടങ്ങുവാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഇവിടെ എല്ലാം.